ഞാൻ ബേബീസ് നായർ കാസർഗോഡ്. ഞാനിപ്പോൾ വന്നത് ഒരു പേരിൻ്റെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ ലോക റെക്കോർഡ് അങ്ങനൊരു സ്ഥലത്തേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ കൂട്ടായ്മയെക്കുറിച്ചും എന്ത് പേരിലാണ് അവർ അറിയപ്പെടുന്നതിനെക്കുറിച്ചും നമുക്ക് അതിൻ്റെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായ ഒരാളോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. വീഡിയോയിൽ മറ്റു കാര്യങ്ങളിൽ അറിയാം, അതൊക്കെ നമുക്ക് അയാളോട് തന്നെ ചോദിക്കാം. നമസ്കാരം. ഞാൻ വന്നത് നിങ്ങളുടെ പേര് കേട്ടിട്ട് ഞാൻ വന്നത്. എന്നോട് ഒരാൾ പറഞ്ഞു ലോക റെക്കോർഡ് കിട്ടിയ ഒരാൾ, ഒരു കൂട്ടായ്മയിൽ ഒരാൾ നമ്മുടെ കുറ്റിക്കോലിലുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പേര് ചോദിക്കാനില്ല, അഷ്റഫ് അല്ലേ? ഈ കുറ്റിക്കോൽ, അഷ്റഫ് കുറ്റിക്കോൽ. യെസ്, അതാണ് അഷ്റഫ്. നമുക്ക് ഈ ലോക റെക്കോർഡ് കിട്ടിയ എന്തിനാ അഷ്റഫ്? അത് നമ്മളെ അഷ്റഫ് കൂട്ടായ്മയുടെ ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു പരിപാടി കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമുക്ക് 2400 ആളാണ്. 2400 അഷ്റഫ് മൊത്തം കണക്കൂട്ടി കഴിഞ്ഞാൽ 10-12,000-ഓളം ആളുകൾ നിലവിലുണ്ട്, ഉണ്ടാവും അല്ലേ? നമ്മുടെ ഈ കുറ്റിക്കോൽ വേൾഡ് കപ്പ് പഞ്ചായത്തിൽ എത്ര ആളുണ്ടാവും കറക്റ്റ് പറഞ്ഞാൽ? നിങ്ങൾ എണ്ണ എടുത്ത് ഏകദേശം 93 പേര് ഉണ്ട്. 93 ആളുകളുണ്ട് അല്ലേ നിലവില് മെമ്പർഷിപ്പ് എടുത്തവർ. ബാക്കി കുറെ ഉണ്ടാവും അല്ലേ? പിന്നെ ഈ ഇത് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ആളുകളെ ഇപ്പൊ കണ്ടുപിടിച്ചു? ഏകദേശം 3 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെ. 3 വയസ്സ് തൊട്ട് 70 വയസ്സ്, അതിലും കൂടുതലുള്ളവരുണ്ടാവും അല്ലേ? ഇപ്പൊ നമ്മുടെ ഈ അഷ്റഫിന്റെ സ്ഥാനം ജില്ലയിലോ അല്ല മണ്ഡലത്തിലോ? നമ്മള് പിന്നെ ഉദുമ മണ്ഡലത്തില് ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഉണ്ടല്ലേ? അപ്പൊ എത്ര മണ്ഡലമുണ്ട് കാസർഗോഡ് നിങ്ങൾക്ക് ഈ അഷ്റഫ് കൂട്ടായ്മക്ക്? അഷ്റഫ് കൂട്ടായ്മക്ക് എല്ലാ ജില്ലയിലും ഉണ്ട്. അല്ല, നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എത്ര? കാസർഗോഡ് ജില്ലയില് പിന്നെ 5 മണ്ഡലമാണുള്ളത്. 5 മണ്ഡലത്തിൽ ഒന്ന് കാസർഗോഡ്, മഞ്ചേശ്വരം, ഉദുമ, പിന്നെ കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂര്. ഈ 5 മണ്ഡലത്തിലും കൂടി കാസർഗോഡ് ജില്ലയിൽ എത്ര ആളുകൾ രജിസ്റ്റർ ചെയ്തു നിങ്ങളുടെ അഷ്റഫ് കൂട്ടായ്മയില്? 2600 ആളുണ്ട്. 2600 അഷ്റഫ്മാരോ? ഓ, അത് ശരി. അപ്പോ ഓരോ ഗ്രൂപ്പുകളാണ്, ഓരോ ജില്ലക്ക് ഓരോ ഗ്രൂപ്പുകളുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അല്ലേ? ഗ്രൂപ്പുകളുണ്ട്. നമ്മളെ കാസർഗോഡ് ഉദുമയിൽ തന്നെ ഇപ്പൊ നിലവിലുള്ള 900 ജില്ലാന ആൾക്കാർ ഒരു ഗ്രൂപ്പിൽ. 900 ആളുകള് നമ്മുടെ ഉദുമ അല്ല കാസർഗോഡ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ? അത് ശരി. അപ്പൊ അഷ്റഫ്, ഞാനൊരു സംശയം ചോദിക്കുന്നത്, ഇതാരാണ് ഇതിന്റെ ഉപജ്ഞാത? അതായത് കണ്ടുപിടിച്ചതും തുടങ്ങിയത് എവിടുന്ന അഷ്റഫ്? ഇത് കണ്ടുപിടിച്ചത് സ്റ്റാർട്ടിങ് ചായക്കടയില് കുറച്ച് ഒരു 4-5 അഷ്റഫുമാര് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിട്ട് വന്നിട്ടാകുമ്പോ അവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. ഓ, അത് ശരി. ഏത് ജില്ലയിൽ നിന്ന്? മലപ്പുറത്തോ? അല്ല, മലപ്പുറത്തില്ലേ? മലപ്പുറം. അതിനൊരു ആ ചായക്കടക്കൊരു സ്ഥാനം ഉണ്ടായില്ല, അത് നോക്കി പറഞ്ഞാലും മതി. ഏത് ഈ ചായക്കട എന്നല്ല ഇത് തുടങ്ങുന്നത്? ഏത് ജില്ല? മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി. ആടെ ഒരു ചായക്കട. ശരി ശരി. ഇപ്പൊ ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവരും? സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ മൗൽ സാഹിബാണ്. മൗൽ സാഹിബ് പറഞ്ഞാൽ അഷ്റഫ് മൗല്. നിങ്ങളായിട്ട് മുമ്പേ ഭാഗം പറയണ്ടല്ലോ. അതെ അതെ അതെ. സെക്രട്ടറി വാഴൂര്, അഷ്റഫ് വാഴൂര്. എല്ലാറ്റിനും ബാക്കി ഭാഗമില്ല. ട്രഷറർ കഞ്ഞിപ്പുര. അതെ, എല്ലാ അഷ്റഫ് തന്നെ അല്ലേ? അത് ശരി. അങ്ങനെയല്ലേ? ഇപ്പൊ നമ്മുടെ ഈ റെക്കോർഡ് കിട്ടിയത്, വേൾഡ് റെക്കോർഡ് കിട്ടിയില്ലേ? അത് ശരി. ഇതിൽ വേൾഡ് റെക്കോർഡ്, യൂണിവേഴ്സൽ റെക്കോർഡ് ഓഫ് ഫോറം, ലാർജസ്റ്റ് സെയിം നെയിം ഗാദറിംഗ്. വെരി ഗുഡ്, സൂപ്പർ. 2023 ഫെബ്രുവരി മാസം കോഴിക്കോട് വെച്ച് നടന്ന ബീച്ചിൽ നടന്ന മന്ത്രി ഉണ്ടായിരുന്നു. ഓ, മന്ത്രി ഉണ്ടായിരുന്നു. ഏത് മന്ത്രി ഉണ്ടായിരുന്നു? അഹമ്മദ് നാഗർകോവിലെ. ശരി. ഇപ്പൊ നിങ്ങൾ ഈ അഷ്റഫ് കൂട്ടായ്മയിൽ വേറെന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നുണ്ട് ഇപ്പൊ? അതായത് നമ്മളെ ചാരിറ്റിയോ അല്ലെങ്കിൽ? ഒരുപാട് ചാരിറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ മണ്ഡലത്തിൽ, നമ്മളെ ഉദുമ മണ്ഡലത്തില്, പിന്നെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളെ കണ്ടെത്തിക്കൊണ്ട് പിന്നെ തയ്യൽ മിഷൻ വിതരണം, അതുപോലെ ആട് വിതരണം. ആട് നമ്മൾ കൊടുക്കും അവർക്ക്. അല്ല, അത് അഷ്റഫ്മാർക്ക് മാത്രമല്ല മറ്റുള്ള ആളുകൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലേ? ശരി. അപ്പൊ അങ്ങനെ ചാരിറ്റി സന്നദ്ധ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തുന്നുണ്ട്. എല്ലാ ജില്ലയിലും നടത്തുന്നുണ്ടല്ലേ? എല്ലാ ജില്ലയിലും നടത്തുന്നുണ്ട്. അതുപോലെ നമ്മൾ AKRF എന്ന് പറയുന്ന ഒരു സംഘടന. AKRF അങ്ങനെ പറഞ്ഞാല് നമ്മള് ചാരിറ്റി മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ ആ മേഖലയിലേക്ക് നമ്മൾ ആൾക്കാർ കുറിച്ചെത്തും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച
മംഗലാപുരത്ത് നിന്നൊരു ആംബുലൻസ് മറ്റേ എറണാകുളത്തേക്ക് പോയിരുന്നു. ആ ആ അപ്പൊ നമ്മളെ ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളിൽ ആ ആ ബ്ലോക്ക് മാറ്റാനും ആ ഇവിടുന്ന് മലപ്പുറം കാസർഗോഡ് തൊട്ട് അങ്ങോട്ടുള്ള ആ ലൈനിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആ ആ ആ ഒരു പരമാവധി റോഡ് ബ്ലോക്ക് ഒക്കെ നീക്കിക്കൊണ്ട് ആ എത്രയും പെട്ടെന്ന് നമുക്ക് ആംബുലൻസിനെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ജീവകാരുണ്യ പ്രവർത്തനം. പ്രവർത്തനം അതന്നെ, അതെ 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 അതെ. മറ്റേ ഈ കൂട്ടായ്മയിൽ പിന്നെ ഈ മറ്റു അഗതി മന്ദിർ അങ്ങനെ എന്തെങ്കിലും അഗതി മന്ദിരങ്ങള് നമ്മള് സന്ദർശിക്കാറുണ്ട്. ആ, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ആ ആ. അപ്പൊ ഇതിന്റെ ആരെങ്കിലും റോഡ് സൈഡ് ഭക്ഷണം കൊടുക്കാറുണ്ട് നമ്മള്. ഓ അത് ശരി, എല്ലാവർക്കും കിടക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ടല്ലേ. അപ്പൊ കേരളത്തിൽ മൊത്തം ഈ അഷ്റഫ് കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായാലല്ലേ? എല്ലാ ഭാഗത്തും ഒരുപാട് സന്നദ്ധ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ, അത് അഷ്റഫിന്റെ കുടുംബങ്ങൾക്ക് മാത്രമല്ല എല്ലാ ഇപ്പൊ വയനാട് ദുരന്തത്തില് നമ്മൾ അഷ്റഫ്മാർ കുറെ ക്യാമ്പ് ചെയ്തായിരുന്നു. ഒരുപാട് ദിവസം ക്യാമ്പ് ചെയ്തിട്ട് ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു. കൊടുത്ത ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഈ കൂട്ടായ്മ കൊണ്ട് നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തല്ലേ? അതെ ശരി. ഇത് ഒരുപാട് ട്രോഫികളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ. ഇത് മകൾക്ക് കിട്ടിയ മോളുടെ അടുത്തുണ്ട് വലിയ ട്രോഫി. ആ മോളെ പേരെന്ത് മോളെ? അൻഷിത. ഈ മോക്ക് എന്തെല്ലാം ട്രോഫി കിട്ടിയപ്പോ? ഇത് നീന്തലിന് നീന്തല് ജില്ലയില് ഫസ്റ്റ് കിട്ടി അല്ലേ? ഓ അത് ശരി. ഏത് സ്റ്റൈലിന്? ഫ്രീ സ്റ്റൈല് ബാക്ക് സ്ട്രോക്ക്. ഓ ഷോർട്ട് പുട്ടും കിട്ടിയല്ലേ? ഓ അത് ശരി. ജില്ലയിൽ ഫസ്റ്റ് കിട്ടി അല്ലേ? വെരി ഗുഡ്. എത്രാം ക്ലാസ്സിലായി മോള് പഠിക്കുന്നത്? 9th. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം മോക്ക് ഉപകാരം ചെയ്യും അല്ലേ? ഇതെല്ലാം നമ്മുടെ അഷ്റഫായി സപ്പോർട്ട് വെക്കും അല്ലേ? സംസ്ഥാന തലത്തിലേക്കുള്ള എത്തിയിട്ട് നമ്മളെ കൊണ്ടുപോയി ഒരുപാട് പൈസകളൊക്കെ ചെലവാക്കി. അതല്ലേ. പിന്നെ ഞാനൊരു സംശയിക്കുന്നത്, ഈ അഗ്നിശമന സേനയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഡ്രസ് ഇട്ടിട്ട് പോകുന്ന കണ്ടു. റെസ്ക്യൂന്റെ സിവിൽ ഡിഫൻസുമായിട്ട് അഷ്റഫിന് നല്ല ബന്ധം അല്ലേ? സിവിൽ ഡിഫൻസുമായിട്ട് നല്ല ബന്ധമാണ്. എത്ര വർഷമായി സിവിൽ ഡിഫൻസിൽ? ഇപ്പോ ഒരു 6 വർഷത്തോളം ആയി. 6 വർഷം. അതിനെന്തെങ്കിലും പ്രതിഫലമായിട്ട് എന്തെങ്കിലും കിട്ടുമോ? ഒരു പ്രതിഫലവും ഇല്ല. സേവനമാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം. ശരി. സേവനം ചെയ്യും അല്ലേ? 6 വർഷമായിട്ട് ഈ ദുരന്തം ഉണ്ടാകുന്ന നേരത്തേക്ക് ഓടിയെത്തും. അത് അവര് മെസ്സേജ് തരുമോ? അപ്പൊ തന്നെ അവര് മെസ്സേജ് തരും. ചില വെള്ളത്തിൽ വീണതോ കാര്യങ്ങളോ ഒഴുക്കപ്പെട്ടതുണ്ടെങ്കിൽ നമുക്ക് നീന്താൻ അറിയെങ്കിൽ നമുക്ക് നീന്താം. നീന്താൻ അറിയാലോ ഈ മോളെ. അല്ല, ഞാൻ ചോദിച്ചത് ഏറ്റവും പിന്നെ ദുഃഖകരമായോ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ ഈ സിവിൽ ഡിഫൻസിൽ ഉണ്ടാവില്ലേ? അത് ഏതെങ്കിലും ഓർത്ത് പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സംഭവം? ഇതിന്റെ ഇടയിൽ നമ്മളെ ഈ മൂന്നാംകട കുണ്ടംകുഴി പുഴയില് പോയിരുന്നു. 2 ദിവസം നമ്മള് പരിശ്രമിച്ചു. പിന്നെ അത് മറ്റേ കുണ്ടൂച്ചി എന്നാണ് രണ്ടാമത് കിട്ടിയത്. അപ്പൊ അതൊക്കെ ഒരു ദയനീയ അവസ്ഥയാണ്. മഴയും കാര്യങ്ങളെല്ലാം ഉള്ള അവസ്ഥ. പിന്നെ നമ്മളെല്ലാം പിന്നെ നമ്മള് ഫുള്ള് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ സ്ഥലം നിരീക്ഷിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അതിനും ഒരു സർട്ടിഫിക്കറ്റ് വേറെ തന്നെ തരേണ്ടി വരും അല്ലേ? ശരിയാ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള അഷ്റഫ് കൂട്ടായ്മ ഇനിയും മുമ്പിലോട്ട് ഒരുപാട്. നേരത്തെ ഞാനൊരു ചാരിറ്റിയുടെ സംസ്ഥാന ട്രഷറർ ആയിരുന്നു. ഏത്? വോയിസ് ഓഫ് വേൾഡിന്റെ സംസ്ഥാന ട്രഷറായിട്ട് ഒരു 10 വർഷത്തോളം ഉണ്ടായിരുന്നു അല്ലേ? അതും ചാരിറ്റി തന്നെയല്ലേ? ശരിക്കും അതെ അല്ലേ? ചാരിറ്റിയാണ്. സംസ്ഥാന ട്രഷറായിട്ട് തന്നെ ഒരു 6 വർഷത്തോളം നല്ല സുമനസ്സുകളുടെ ഒരു കൂട്ടായ്മ അല്ലേ? അതെ അതെ അതെ. ശരി. ഒരുപാട് നമ്മളെ നാട്ടിലെല്ലാം ഒരുപാട് ആൾക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നല്ലേ? അതെ. ഒരുപാട് ആൾക്കാർക്ക് സഹായം ചെയ്തു. നമ്മൾ കൂടുതൽ സഹായം ചെയ്യുന്ന മഴക്കെടുതി അങ്ങനത്തെ എല്ലാം വരുന്ന സമയത്ത് പിന്നെ പാവങ്ങളെ അഗതി മന്ദിരങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത് അല്ലേ? ശരി. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കൂട്ടായ്മയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ അഷ്റഫിനും അഷ്റഫിന്റെ കൂട്ടായ്മയ്ക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ. ഓക്കെ.